ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങാം. ഒരുപാട് ക്രിപ്റ്റോ പരമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഫ്രീ എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, ഒരുപാട് സ്കാം നടത്തുന്ന പ്രൊജക്റ്റുകളായിക്കോട്ടെ, എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ, ഒരുപാട് ആൾക്കാർ ഞാൻ അപ്പെക്സിനെ പറ്റി സംസാരിച്ചപ്പോഴും അതേപോലെ തന്നെ മെറ്റാഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാം യൂട്യൂബിനെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ക്രിപ്ട്രീവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയാൻ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ള ആൾക്കാരിനെയാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു 30 മുതൽ ഒരു 45 വയസ്സ് വരെയുള്ള ആൾക്കാർ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരിനെ അവർ ഫോക്കസ് ചെയ്യുന്നത്? അവർ നല്ല രീതിയിൽ തന്നെ ഒരു ജോലിക്കൊക്കെ പോയി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കും. ആൾറെഡി തന്നെ അവനെ കൊണ്ട് 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഉണ്ടാക്കാൻ പറ്റിക്കുന്ന ഒരു ക്യാപ്പബിൾ ഉള്ള ആൾക്കാരിനെയാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ഒരുപാട് ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ അച്ഛനൊക്കെ എനിക്ക് ഒരു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഫുള്ള് സ്കാം ചെയ്ത് പോയി. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഉള്ളത് കാരണം ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിപ്റ്റോയിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തവർക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്താണ്? അവർ സ്കാമിൽ പോയി പെട്ടു. അപ്പോൾ അതോടെ തന്നെ ഒരുപാട് ആൾക്കാർ പറയുകയാണ് ക്രിപ്റ്റോ മുഴുവൻ സ്കാമാണ്, ക്രിപ്റ്റോയിൽ പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ പുകയായിട്ട് പോവും എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അഫക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ക്രിപ്ട്രീവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ്. അപ്പോൾ അതിൻ്റെ പേജിലേക്ക് തന്നെ പോവാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് പൈസയാണ് ഉള്ളത്. അപ്പോൾ ആ കുറച്ച് പൈസയും കൊണ്ട് ഞാൻ ഈ ക്രിപ്റ്റോൻ്റെ കുറച്ച് നോളജൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാൻ പുതിയതായിട്ടില്ലെങ്കിൽ ഇത് പഴയ കാലം തൊട്ടേ നടക്കുന്നതാണ്, എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കഥ പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് ഞാൻ ഈ ക്രിപ്റ്റോ നോളജൊക്കെ കൊണ്ട് ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി തുടങ്ങാൻ എൻ്റെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളൂ എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാനിവിടെ ഒരുപാട് ആൾക്കാരിനെ എനിക്ക് എന്ത് ചെയ്യണം, ചേർത്തു എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഈ ഒരു ഫ്രീ എയർ ഡ്രോപ്പ് പോലെ ആൾക്കാരിനെ ചേർക്കുകയാണോ? അങ്ങനെയല്ല ചേർക്കേണ്ടത്. എനിക്ക് ഇവർ വന്നിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് എന്ന് ഇല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ നിന്ന് അത് ഡബിളാക്കി കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്ന് എനിക്ക് എന്ത് ചൂസ് ചെയ്യാം, ഒന്ന് ട്രേഡിങ് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഇന്നൊരു ടോക്കൺ ഞാൻ ഇറക്കിയിട്ടുണ്ട്, മാർക്കറ്റിൽ വളരെയധികം ഹൈപ്പ് കയറാൻ പോകുന്ന ടോക്കണാണ്. ആ ഒരു ടോക്കൺ വളരെയധികം യൂട്ടിലിറ്റി ഉണ്ട്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോക്കൺ നമ്മുടെ പൈസ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മന്ത്ലി ആയിട്ടോ ഇല്ലെങ്കിൽ ഡെയിലി ആയിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾക്ക് 4x 5x 10x വരെ നിങ്ങൾക്ക് ആക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരിനെ ചേർത്തിയ ആൾക്കാർക്കൊക്കെ 1 മാസം 2 മാസമൊക്കെ ഞാൻ വളരെയധികം പൈസ കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പൈസ കൊടുക്കുന്നത് പറഞ്ഞാൽ, ഈ ചേർത്തിയ ആളോട് ഞാൻ പറയുകയാണ് നിങ്ങളിതിൽ 1000 രൂപ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് 1800 രൂപ ദിവസേന ഞാൻ തരും. ദിവസേന എന്ന് പറഞ്ഞാൽ ഈ ഒരു 1800 രൂപ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 30 രൂപയാണെങ്കിലും 40 രൂപയാണെങ്കിലും അത് ഇത്ര ദിവസം കൊണ്ട് ഞാനത് തരും. അത് 1 മാസം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു 1800 രൂപയാവും. അപ്പോൾ നിങ്ങൾ 1000 രൂപ ഇട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് 1800 രൂപയാവും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ താഴെ നിങ്ങളൊരു റെഫറൽ വഴി വേറൊരാളിനെ കയറ്റി എന്ന് പറഞ്ഞാൽ അയാൾ 1000 രൂപ ഇട്ടാൽ അയാളുടെ ഒരു പേഴ്സൻറ്റേജ് കമ്മീഷനും നിങ്ങൾക്ക് ഡെയിലി കയറുന്ന ഈ ഒരു ഇൻകത്തിൽ ഞാൻ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യും പറയും. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യം ഞാൻ ചേരുന്ന ഉടനെ തന്നെ ഇതിൽ എനിക്ക് 1ാം 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ എനിക്ക് എന്ത് കിട്ടി, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പൈസ കിട്ടി. അത് 1 മാസത്തോളം കിട്ടി. അപ്പോൾ 1 മാസത്തോളം എനിക്ക് കിട്ടി. ബാക്കിയുള്ള താഴെയുള്ള ആൾക്കാരൊക്കെ ഓരോ ആൾക്കാർ കയറുന്നുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവരിനെ കൊണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെയധികം വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രോഫിറ്റ് കിട്ടും. അതിന് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത്, ഞാൻ മെറ്റാഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ തന്നെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി അടിച്ച് വീട്ടിന് ആൾക്കാർ എന്താണ് പറയാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ, അയാളുടെ സബ്സ്ക്രൈബേഴ്സ്, അയാളെ അറിയാത്ത ആൾക്കാർ കൂടി എന്താണ് ഈ ഒരു പ്രൊജക്റ്റിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ താഴെ ഇപ്പം ഞാനൊരാളിനെ ചേർത്തി, അപ്പോൾ അവൻ താഴെ വേറൊരാളിനെ ചേർത്തി, അതൊരു MLM അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പിരമിഡ് സ്കീം, അതേപോലെ തന്നെ പോക്സി സ്കീം, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്കീമിലേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു കമ്പനിനെ കൊണ്ടുവന്നു. അപ്പോൾ ഒരാളെ ചേർത്തുന്നു, താഴെയുള്ള ചേർത്ത ആൾ പൈസ ഇടുമ്പോൾ ഇവനെ കിട്ടുന്നു, എനിക്കും കിട്ടുന്നു. അങ്ങനെ പൈസ കൂമ്പാരമായിട്ട് വരുന്നു. ആ ഒരു കൂമ്പാരമായിട്ട് നിങ്ങൾ പൈസ ഇടേണ്ടതൊക്കെ ഞാൻ തന്നെ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വേണം നിങ്ങൾ പൈസ ഇടാൻ. അല്ലാതെ നിങ്ങൾ വേറെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓതറൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വളരെയധികം ട്രസ്റ്റഡ് ആയിട്ടുള്ള ആയിക്കോട്ടെ, അങ്ങനെയൊന്നും നിങ്ങൾ പൈസ ഇട്ടാൽ നിങ്ങൾക്ക് ഇത് ഡബിൾ ആക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുന്ന ഏതൊരു വാലറ്റാണോ ആപ്പാണോ വെബ്സൈറ്റ് ആണോ അതിൽ വേണം നിങ്ങൾ പൈസ ഇടാൻ. അപ്പോൾ ആ ഒരു പൈസൻ്റെ കൺട്രോളൊക്കെ ആർക്കാണ്, എനിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചേർത്ത് ഈ ഒരു 3-4 മാസം ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വിശ്വാസം കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ 1 മാസം ഞാൻ ഇവന്
1000 രൂപ ഇട്ട ആൾക്ക് 1500 രൂപ കൊടുത്തു. അത് എവിടെ നിന്നാണ് കൊടുത്തു എന്ന് പറഞ്ഞാൽ താഴെ ചേരുന്നവൻ്റെ പൈസയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു 5 മാസം പൈസ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ കമ്പനിയോടും എന്നോടും വളരെയധികം വിശ്വാസമായി. എന്ത് നല്ല മനുഷ്യനാണ്, എത്ര പൈസയാണ് കൊടുക്കുന്ന ആൾ, പറഞ്ഞതൊക്കെ അച്ചട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ആൾക്കാർ ഈ താഴെ ചേർന്ന ആൾക്കാരിനെ ചേർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ കൂടുതൽ ആൾക്കാരും താഴെ പറയുന്ന ആൾക്കാരോട് പറയാണ്, നിങ്ങളിവിടെ 1000 രൂപ ഇടുന്നതിന് പകരം 5000 രൂപ ഇട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് 10000 രൂപയായിട്ടാണ് മാറുന്നത്. നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾ ഒരു 20000 രൂപ ഇട്ടെന്ന് പറഞ്ഞാൽ അത് 40000 ആയി, 1 ലക്ഷം ഇട്ടു എന്ന് പറഞ്ഞാൽ അത് 2 ലക്ഷമായി, 10 ലക്ഷം ഇട്ടു എന്ന് പറഞ്ഞാൽ അത് 20 ലക്ഷമായി എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസം നമ്മൾ എന്താണ് ഒരുപാട് ആൾക്കാരിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു 5 മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഇവൻ്റെ പൈസ തന്നെ എടുത്ത് ഇങ്ങനെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് താഴെ ചേരുന്ന പൈസ ഞാൻ എടുക്കുന്നുണ്ട്. ഈ കുറച്ച് ആൾക്കാർ ആദ്യം ചേർന്ന ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം ചേർന്ന ആൾക്കാർ ഒരുപാട് മൗത്ത് പ്രൊമോട്ടിങ് ചെയ്യും, ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ് നല്ല രീതിയിൽ. മലയാളീസ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ UK സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് നോക്കുന്നത്. അല്ലാതെ ആൾറെഡി ഡെവലപ്പായിട്ടുള്ള കൺട്രീസ് ഒന്നും എനിക്ക് വേണ്ട. ഡെവലപ്പിംഗ് ഇനി ആവാൻ പോകുന്ന കൺട്രീസ് ആണ് ഞാൻ നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ്. അവിടെയും ഏറ്റവും ചെറിയൊരു കേരളത്തിലേക്ക് വരികയാണ്. അവിടെ ആയിട്ടുള്ള കുറേ ആയിട്ടുള്ള ജില്ലകളിലൊക്കെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് ഒരുപാട് ആൾക്കാർ വിശ്വാസത്തി ഒരു 5 മാസം ആകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമായി. ഒരുപാട് ആൾക്കാർ അവരിൻ്റെ ഒരു ആക്രാന്തം മൂലം ഇല്ലെങ്കിൽ അവരിൻ്റെ ഒരു അത്യാഗ്രഹം മൂലം ഒരുപാട് ആൾക്കാരിനെ കയറ്റുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്ക് ഞാൻ ഈ ഒരു കമ്പനി പൂട്ടിപ്പോവുക. ഇല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ഇതിന് കൊടുത്തിട്ടുള്ള ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ പൈസ വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഒരു ഇൻഫർമേഷൻ കൊടുക്കില്ല. ഞാൻ എൻ്റെ പേരായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു പേരായിട്ടും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനെയൊക്കെ പറ്റിച്ചിട്ട് ഞാൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്പ് എന്ന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ പൈസയൊക്കെ എടുത്ത് കുറേ കാറും കുറേ ബംഗ്ലാവും അതേപോലെ തന്നെ ഒരുപാട് പൈസ എടുത്ത് ഞാൻ ചിലവഴിച്ച് കുറേ ഫോറിൻ ട്രിപ്പൊക്കെ പോയി അടിച്ച് പൊളിച്ച് ജീവിക്കുമ്പോൾ താഴെയുള്ള ആൾക്കാരുടെ പൈസയൊക്കെ പോയിട്ട് അവർ മേലേക്ക് നോക്കിയിരിക്കും. അതാണ് സംഭവം. അതാണ് എൻ്റെ ഒരു പുതിയൊരു കമ്പനി ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോർ കൺക്ലൂഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതേ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ, ഇല്ലെങ്കിൽ പോക്സി സ്കീം, MLM സ്കീം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഇങ്ങനെയുള്ള പൈസ നല്ല രീതിയിൽ ജോലിയൊക്കെയുള്ള ആൾക്കാരെ അല്ലേ ടാർഗറ്റ് ചെയ്താൽ എനിക്ക് നല്ല രീതിയിൽ കാറും ബൈക്കൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അതേ എക്സാമ്പിൾ ആയിരിക്കും ഈ ഒരു ക്രിപ്ട്രീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും. അപ്പോൾ ഇവരുടെ പേജിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലാഗായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ക്രിപ്ട്രീവ എന്ന് പറയുന്ന ആൾക്കാർ അവർ പറയുന്നത്, ടിം ജോൺ, വൈസ് പ്രസിഡന്റ് ഓഫ് ക്രിപ്ട്രീവ, ലിവറേജ് ഓവർ 20 years ഓഫ് ട്രേഡിംഗ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്. 20 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടിം ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസ്ഡ് ഇൻ ഡോളാക്സ് ഹീ പ്ലേസ് എ കീ റോൾ ഇൻ ഇന്നോവേറ്റീവ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇയാൾ അമ്മാതിരി ട്രേഡിംഗ് ആണ്. ആ രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മലയാളീസോട് പറയാണ്, നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നിങ്ങൾ വെറും ഒരു 5000-6000 രൂപയും കൊണ്ട് വന്നിട്ട് നിങ്ങൾ കോടീശ്വരനാവെന്ന് വിചാരിച്ചാൽ കോടീശ്വരനാവാൻ പറ്റുമോ? അങ്ങനെ ആവാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്, ഇത് ഇൻവെൻറ്റ് ചെയ്ത ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആൾക്കാർക്കൊക്കെ നിങ്ങളെ പറ്റിച്ച് കോടീശ്വരനാവാം. അതല്ലാതെ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാർക്കൊന്നും നിങ്ങൾക്ക് എന്താവില്ല, കോടീശ്വരനാവില്ല. അതേപോലെ തന്നെ ഈ കമ്പനി കണ്ടുപിടിച്ച ആൾക്ക് ഇതിനൊരു പ്രശ്നവുമില്ല. താഴെ വന്ന് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആൾക്കാരിനെ ചേർത്തുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നവും. അവർക്ക് ഇവിടെ നിക്കക്കളിയില്ലാതെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ ഇവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ പരമായിട്ടുള്ള തട്ടിപ്പ് തന്നെയാണ്. ഇവർ എന്ത് ചെയ്യുന്നതാണ്, AI ട്രേഡിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഞാനത് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ ഇവിടെ ജോയിൻ നൗ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെഫർ ലിങ്ക് ഇല്ലാതെ ഇവിടെ കയറാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്ലാനൊക്കെ എടുത്തു പറഞ്ഞാൽ $50 ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഡോളർ കിട്ടും, $100 ഇത്ര ദിവസം കൊണ്ട് ഇത്ര ഡോളർ കിട്ടും. അങ്ങനെയുള്ള രീതിയിലാണ് എല്ലാ പ്രൊജക്റ്റുകളും. ഇങ്ങനെയുള്ള അപ്പെക്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏതൊരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമും, അതും നമ്മുടെ മലയാളീസ് ആയിക്കോട്ടെ, ഇതും കൂടി മലയാളീസ് ആയിരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. മേ ബി മലയാളീസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ മലയാളീസ് ആണ്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും ആ ഒരു വ്യക്തികളെ അറിയാം. അവരിപ്പോഴും എന്താണ്, വളരെ അഭിമാനത്തോടെ കാശും കാറും ഡെയിലി കാറുകളും അവരുടെ ജീവിതശൈലികളും കാണിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്നു. പാവങ്ങളുടെ പൈസയാണ് അവരുടേന്ന്. അവർക്ക് ഒരു കൂസലുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവരിവിടെ അല്ല ഉള്ളത്, അവർ വെളിയിലാണ് ഉള്ളത്. പിന്നെ ഇതിനൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് വയസ്സായിട്ടുള്ള
ആൾക്കാരും നല്ല ജോലിയുള്ള ആൾക്കാരും പെടാതിരിക്കുക. നിങ്ങൾക്ക് എത്രയാണ് ഞാൻ പറയുക, ഞാൻ പറഞ്ഞ കഥ തന്നെ മതി. ഇത് അത്രയും സ്കാം പ്രൊജക്റ്റുകളാണ്. ഇതൊക്കെ എപ്പോൾ പൂട്ടിപ്പോവും, എപ്പോഴാണ് പൂട്ടിപ്പോവാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ നമ്മൾ ഏർലി ആയിട്ട് ചേർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം പറ്റിപ്പിൻ്റെ ഒപ്പം ചേർന്നിട്ട് കുറേ ആൾക്കാരിനെ പറ്റിച്ച് കാശുണ്ടാക്കാം എന്നുള്ളതല്ലാതെ നമുക്കിതൊന്നൊരു നല്ല രീതിയിൽ കാശുണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. ക്രിപ്റ്റോയിൽ ഇത് മാത്രമല്ല പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ഒരുപാട് എയർ ഡ്രോപ്പുകളുണ്ട്. നിങ്ങൾക്ക് BTC വാങ്ങി വെക്കാം, ഹോൾഡ് ചെയ്യാം, നല്ല നല്ല ടോക്കൺസ് വാങ്ങി വെക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. സ്റ്റേക്കിംഗ് മാത്രം ഇല്ലെങ്കിൽ പൈസ ഇട്ട് പൈസ ഉണ്ടാക്കും പറയുമ്പോൾ നിങ്ങളുടെ പൈസയാണ്, നിങ്ങളത് ഒരുപാട് ചിന്തിച്ചിട്ട് വേണം ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്രിപ്റ്റീവ എന്ന് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല. ഒറ്റ വാക്കിൽ പറയാമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്കാമാണ്, എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോകാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക നല്ല രീതിയിൽ. ഇപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് എൻ്റെ പ്രായമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്നെക്കാളും ചെറിയ കൊച്ചു പിള്ളേരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ആൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു ടെലിഗ്രാമിൽ വഴി തന്നെ ഇതിൽ വന്നു. ബാക്കിയുള്ള എയർ ഡ്രോപ്പ്, ടെസ്റ്റ്നെറ്റ്, ഡിസ്കോഡ്, ഒരുപാടായിട്ടുള്ള ടേംസ് ആൻഡ് എല്ലാ വേർഡ്സും അവർക്കറിയും. അവരൊന്നും ഇതിൽ കൊണ്ടുപോയിട്ട് തലയിടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ 30-40 വയസ്സായവർക്ക് അവർക്ക് കുറച്ചേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പോക്സി സ്കീമിലോ ഇല്ലെങ്കിൽ MLM സ്കീമിലോ ഇല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലോ ഒന്നും പെടരുത്. ഏറ്റവും പിരമിഡിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കും ആ ഒരു കമ്പനിക്ക് മാത്രമാണ് ലാഭമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ താഴെയുള്ളവരുടെ പ്രാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ വാങ്ങുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഒരുപാട് കാലം മുമ്പ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പോഴൊക്കെയാണ് സമയം കിട്ടിയത്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുന്നതിനേക്കാളും എൻ്റെ കഥ തന്നെ ഈ പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഒരു പൂർണ്ണ രൂപം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിപ്റ്റോ ആയിട്ട് മണി ഏൺ ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാം, ഇല്ലെങ്കിൽ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഞാൻ പൈസ ഇടേണ്ട ഒരു കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലോ ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതും പറഞ്ഞാലും നിങ്ങളുടെയൊക്കെ ഈ ഒരു 10,000 20,000 ലക്ഷക്കണക്കിനൊന്നും ഞാൻ പറയില്ല. 100-500 രൂപൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ് ഞാൻ പറയുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഡബിൾ ആക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.